ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഈ വരുന്ന LP പരീക്ഷ എഴുതാൻ പോകുന്നതിന് മുൻപ് നിങ്ങൾ നോക്കി വെക്കേണ്ട കുറച്ച് ചോദ്യങ്ങൾ പറയാം. സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചെങ്ങലയിലാണ്. ഈ പ്രസ്താവന ആരുടേതാണ്? റൂസോയുടേതാണ്. സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചെങ്ങലയിലാണ്. ഇങ്ങനൊരു പ്രസ്താവന നടത്തിയത് ആരാണ്? റൂസോ. റൂസോയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഓർത്ത് വെക്കേണ്ട മറ്റൊരു പോയിൻ്റാണ് റൂസോയുടെ പ്രശസ്തമായ ഗ്രന്ഥം സോഷ്യൽ കോൺട്രാക്റ്റ്. റൂസോയുടെ പ്രശസ്തമായ ഗ്രന്ഥം ഏതാണ്? സോഷ്യൽ കോൺട്രാക്റ്റ് ആണ്. ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ചത് റൂസോയാണ്. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന് അഭിപ്രായപ്പെട്ടതും റൂസോയാണ്. ഇനി ഈ ചാപ്റ്ററിൽ ഓർത്ത് വെക്കേണ്ട മറ്റൊരു പോയിൻ്റ്, അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്ന തീയതി 1776 ജൂലൈ 4 അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നത്. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത് ആരാന്ന് ചോദിച്ചാൽ തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഓർക്കേണ്ട ഒരു കാര്യമാണ് 1783 പാരീസ് ഉടമ്പടി. പാരീസ് ഉടമ്പടി എന്ന് പറയുന്നത് ഇംഗ്ലണ്ട് 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ച ഉടമ്പടിയാണ്. ഇനി അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ ജെയിംസ് മാഡിസൺ ആണ്. അതുപോലെ ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിൻ്റാണ്, നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ. മേരി ആൻറ്റോയിനറ്റ് ആണ് ഇങ്ങനെ പറഞ്ഞത്. നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ. ഈ ഒരു പ്രസ്താവന നടത്തിയത് ആരാണ്? മേരി ആൻറ്റോയിനറ്റ്. ഇനി ഓർത്ത് വെക്കേണ്ട മറ്റൊരു പോയിൻ്റ്, ഫ്രാൻസിലെ 3ാമത്തെ എസ്റ്റേറ്റിലെ അംഗങ്ങൾ അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ സമ്മേളിക്കുകയും ഫ്രാൻസിനായി ഒരു ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ പിരിയുകയുള്ളൂ എന്ന് പ്രഖ്യാപിച്ചു. ഈ ഒരു പ്രതിജ്ഞയെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവത്തെയാണ് നമ്മൾ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത്. ഈ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ഫ്രഞ്ച് വിപ്ലവമാണ്. പിന്നെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ നേതാക്കന്മാർ നേരത്തെ പറഞ്ഞ പോലെ റൂസോ, വോൾട്ടയർ, മൊണ്ടസ്ക്യൂ ഇവരൊക്കെയാണ് ഈ വിപ്ലവത്തിൻ്റെ ലീഡേഴ്സ്. ബോസ്റ്റൺ ടീ പാർട്ടി അത് ഏത് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടാണ്? അമേരിക്കൻ വിപ്ലവവുമായിട്ട്. ആ ഡേറ്റും കൂടെ ഓർത്ത് വെക്കുക, 1773 ഡിസംബർ 16. രാജ്യത്തെ പൗരന്മാർക്കെല്ലാം വിവരങ്ങൾ അറിയാനുള്ള അവകാശം ഉറപ്പു നൽകുന്ന നിയമമാണ് വിവരാവകാശ നിയമം. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരാറുണ്ട്. അപ്പോൾ അവിടെ ഓർത്ത് വെക്കേണ്ട ഒരു പോയിൻ്റ്, വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത് 2005. വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത് 2005. ഇനി ഈ വിവരാവകാശ നിയമം പാസ്സാക്കാൻ പ്രേരക ശക്തിയായ സംഘടനയും ചോദിക്കാറുണ്ട്. അത് മസ്തൂർ കിസാൻ ശക്തി സംഘടനാണ്. രാജസ്ഥാൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു സംഘടന. വിവരാവകാശ നിയമം പാസ്സാക്കാൻ പ്രേരക ശക്തിയായ സംഘടന ചോദിച്ചാൽ മസ്തൂർ കിസാൻ ശക്തി സംഘടൻ. മസ്തൂർ കിസാൻ ശക്തി സംഘടൻ സ്ഥാപിച്ചത് അരുണ റോയിയാണ്. വർഷം 1987. ഇനി ഇതിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്വ ബോധം ഉണ്ടാക്കുന്നതിനും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനും വിവരാവകാശ നിയമം ലക്ഷ്യമിടുന്നു. പിന്നെ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ ലഭിച്ചാൽ മറുപടി നൽകേണ്ട കാലയളവ് 30 ദിവസമാണ്. എത്ര ദിവസത്തിനുള്ളിലാണ് ആദ്യം അപ്പീൽ നൽകേണ്ടതെന്ന് ചോദിച്ചാൽ, മറുപടി ലഭിച്ച് അല്ലെങ്കിൽ മറുപടി ലഭിക്കേണ്ട സമയപരിധി അവസാനിച്ച് 30 ദിവസത്തിനുള്ളിലാണ് നമുക്ക് ആദ്യം അപ്പീൽ നൽകാൻ കഴിയുക. പിന്നെ സമയപരിധിക്കുള്ളിൽ ശരിയായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന ഓഫീസർ അടയ്ക്കേണ്ട പിഴ എന്ന് പറഞ്ഞാൽ പ്രതിദിനം 250 രൂപയാണ്. വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ ലഭിക്കുന്നതിന് നൽകേണ്ട അപേക്ഷാ ഫീസ് 10 രൂപയാണ്. അതുപോലെ രാജ്യസുരക്ഷ, അഖണ്ഡത ഇതിനെയൊക്കെ ബാധിക്കുന്ന വിവരങ്ങൾ, കോടതി പരിഗണനയിലുള്ളവ, വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്നവ തുടങ്ങിയ വിവരങ്ങൾ വിവരാവകാശ നിയമപ്രകാരം നമുക്ക് ലഭിക്കില്ല. അപ്പോൾ ഒരു പക്ഷേ സ്റ്റേറ്റ്മെൻ്റായിട്ട് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കണം. ഇനി ഇവിടെ മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് LP എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത് വാഗൺ ട്രാജഡി. വാഗൺ ട്രാജഡി ഏത് കലാപവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അത് മലബാർ കലാപം. മലബാർ കലാപം നടന്ന വർഷം 1921.
മലബാർ കലാപത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ചോദിച്ചാൽ വില്യം ലോഗൻ കമ്മീഷനാണ്. മലബാർ കലാപ സമയത്ത് കൊല്ലപ്പെട്ട മലബാർ മജിസ്ട്രേറ്റ് ആരാന്ന് ചോദിച്ചാൽ കനോലിയാണ്. ഇനി ഈ ഭാഗത്ത് നമ്മൾ ഓർത്ത് വെക്കേണ്ട മറ്റൊരു പോയിന്റ് കുറിച്യ കലാപമാണ്. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇവിടെ ഓർത്ത് വെക്കേണ്ടത് കുറിച്യ കലാപം നടന്ന വർഷം 1812 കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയതാരാണ്? രാമൻ നമ്പിയാണ്. അപ്പോൾ ഈ കുറിച്യ കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ ആരാന്ന് ചോദിച്ചാൽ TH ബേബറാണ്. ഇനി ഈ UP എക്സാമിന് ചോദിച്ചൊരു ചോദ്യമായിരുന്നു, ദക്ഷിണ കേരളത്തിൽ നടന്ന ആദ്യത്തെ ഗോത്രവർഗ കലാപം. അങ്ങനെ ചോദിച്ചാൽ ഏതാണ്? കുറിച്യ കലാപമാണ് കേട്ടോ, കുറിച്യ കലാപം. അപ്പോൾ ഇവിടെ ഓർത്ത് വെക്കേണ്ടത് കുറിച്യ കലാപം നടന്ന ജില്ല വയനാടാണ്. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായിരുന്നേനെ. ഇങ്ങനെ പറഞ്ഞത് TH ബേബറാണ്. അതുപോലെ കർഷകരുൾപ്പെടെയുള്ള ഏത് ജനവിഭാഗങ്ങളെക്കാളും തീവ്രവും നിരന്തരവും ആക്രമോത്സുകവുമായ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളായിരുന്നു നിരക്ഷരരായ ഗോത്രജനത നടത്തിയത്. ഇത് പറഞ്ഞതാരാണ്? K. സുരേഷ് സിംഗ് ആണ്, ചരിത്രകാരനായിട്ടുള്ള K. സുരേഷ് സിംഗ്. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ഇങ്ങനെ പറഞ്ഞതാരാണ്? വില്യം ബെൻഡിക് പ്രഭുവാണ്. അപ്പോൾ അതൊക്കെ ഗോത്രവർഗ കലാപങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള SCERTയിൽ പറഞ്ഞ കോഡ്സാണ്. ഭഗത് സിംഗുമായിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു പോയിൻ്റാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. 1928 ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖ്ദേവ് തുടങ്ങിയവരാണ് ഏതിന് നേതൃത്വം നൽകിയത്? ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷന് നേതൃത്വം നൽകിയത്. പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ബീഹാർ എന്നിവിടങ്ങളിലെ വിപ്ലവകാരികളാണ് ഡൽഹിയിൽ ഈ ഒരു ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷന് രൂപീകരിച്ചത്. അതുപോലെ തന്നെ ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവർ സായുധ വിപ്ലവത്തിനായി ആരംഭിച്ച സേനാ വിഭാഗം ചോദിച്ചാൽ റിപ്പബ്ലിക്കൻ ആർമിയാണ്. സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട ഒരു പോയിന്റ് ഫോർവേഡ് ബ്ലോക്ക് എന്ന സംഘടന. അതാരുമായി ബന്ധപ്പെട്ടതാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഇനി കൂടാതെ റാഷ് ബിഹാരി ബോസിൽ നിന്നും ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃസ്ഥാനം ഏറ്റെടുത്തത് സുഭാഷ് ചന്ദ്രബോസാണ്. സുഭാഷ് ചന്ദ്രബോസുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പോയിൻ്റാണ് ഭാരതത്തിനായി ഒരു താൽക്കാലിക ഗവൺമെൻറ് രൂപീകരിച്ചു. ആ രൂപീകരിച്ച സ്ഥലം സിംഗപ്പൂരാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം മേധാവി ആരായിരുന്നെന്ന് ചോദിച്ചാൽ ക്യാപ്റ്റൻ ലക്ഷ്മിയാണ്. ക്യാപ്റ്റൻ ലക്ഷ്മി, അതും കൂടെ ആ ഭാഗത്ത് ഓർത്ത് വെക്കണം. അടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലെ ലാഹോർ സമ്മേളനത്തെക്കുറിച്ച് PSC എപ്പോഴും ചോദിക്കാറുണ്ട്. ലാഹോർ സമ്മേളനം നടന്ന വർഷം 1929 ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനെയും ചോദിച്ചിട്ടുണ്ട്. അത് ജവഹർലാൽ നെഹ്റു ആണ്. പിന്നെ പ്രസ്താവന തരത്തിൽ ഈ ഭാഗത്തുനിന്ന് ചോദ്യം വരാറുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ്, അതായത് സമ്പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ലാഹോർ സമ്മേളനമാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചത് ലാഹോർ സമ്മേളനത്തിലാണ്. രവി നദിക്കരയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ ത്രിവർണ്ണ പതാക അനാവരണം ചെയ്ത വർഷം ചോദിച്ചാൽ 1929 ഡിസംബർ 3 ഇത്രയും കാര്യങ്ങൾ അവിടെ പഠിച്ചു വെക്കണം. ഇനി അടുത്തത് നിയമലംഘന സമരത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും പയ്യന്നൂർ, വേദാരണ്യം, ബോംബെ, നവഗാലി, വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രദേശം. അപ്പോൾ ഇവിടെ ഓർത്ത് വെക്കേണ്ടത് പയ്യന്നൂരാണ്. പയ്യന്നൂർ ഈ ഉപ്പ് നിയമലംഘനവുമായി ബന്ധപ്പെട്ട സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? K. കേളപ്പനാണ്. അതുപോലെ കോഴിക്കോട് അബ്ദുറഹിമാൻ സാഹിബാണ് അതിന് നേതൃത്വം നൽകിയത്. ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. VP മേനോനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ PSCക്ക് എപ്പോഴും ഇഷ്ടമാണ്. എല്ലാ പരീക്ഷയ്ക്കും ഇങ്ങനെ ആവർത്തിച്ച് വരുന്ന ചോദ്യമാണ്. സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളി ആരാന്ന് ചോദിച്ചാൽ VP മേനോനാണ്. ഇനി പ്രധാന കൃതികൾ ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്, ഇതൊക്കെ ഓർത്ത് വെക്കണം. പിന്നെ ഇവിടെ ഓർത്ത് വെക്കേണ്ടത് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം നൽകിയതിനാൽ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്ന പേരിൽ അറിയപ്പെട്ടതാരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി ആയിരുന്ന മലയാളി ചോദിച്ചാലും VP മേനോനാണ്.
ഇനി ഇവിടെ ഓർത്തു വെക്കേണ്ട മറ്റൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര മന്ത്രിസഭയിലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിൻ്റെ ചുമതല വഹിച്ചിരുന്ന വ്യക്തി ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിക്കുന്നതിനുള്ള ലയനക്കരാർ, അതായത് ഇൻസ്ട്രുമെൻ്റ് ഓഫ് അസഷൻ, അത് തയ്യാറാക്കിയതാരാണ്? സർദാർ വല്ലഭായ് പട്ടേലും VP മേനോനും. ഈ ചോദ്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചിട്ട് പോവുക. വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്